പൊട്ടിത്തെറിയുണ്ടായി. ആ പൊട്ടിത്തെറിയുടെ പരിണാമമായിട്ടാണ് ഈ കാണുന്ന ഭൂമിയും സൂര്യനും ചന്ദ്രനുമൊക്കെ രൂപപ്പെട്ടു വന്നത് എന്ന മറുപടി വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഇന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ, ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം അത് ഒട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. ഫഫത്തഖ്നാഹുമാ, നാമാണ് ഒരു ബിഗ് ബാഗിലൂടെ അത് പൊട്ടിത്തെറിപ്പിച്ച് കഷ്ണങ്ങളാക്കി മാറ്റിയത് എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് നാം ആ തീയതി അംഗീകരിക്കുന്നു. ശാസ്ത്രം നാളെ അത് തിരുത്തി പറഞ്ഞു എന്ന് വരാം. ശാസ്ത്രം ഇന്ന് പറയുന്നത് നാളെ തിരുത്തി പറയുന്നതാണ്. ശാസ്ത്രത്തിലെ അവസാനത്തെ അഭിപ്രായം അവസാന മനുഷ്യൻ പറയുന്നതാണ്. ശാസ്ത്രത്തിന് ഒരിക്കലും അവസാന സത്യം കണ്ടെത്തുക സാധ്യമല്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിയതുകൊണ്ട് നാം അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് ആ വലിയ പൊട്ടിത്തെറിക്ക് കാരണമെന്താണ്? അമേരിക്കയിലെ പ്രഗത്ഭരായ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഭൂമി ലോകത്തിൽ 14 കിലോമീറ്റർ താഴേക്ക് ടെസ്റ്റ് ട്യൂബ് ഇറക്കി വെച്ച് ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ സംഘട്ടനമുണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ആദ്യത്തെ സ്ഫോടനമുണ്ടായത്, ബിഗ് ബാഗിന്റെ കാരണമെന്ത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഗോളം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ മറുപടി, ആ ഗോളത്തിന്റെ സൃഷ്ടാവ് ആര് എന്ന മറുപടിക്ക് ദൈവം എന്നല്ലാതെ ശാസ്ത്രത്തിന് മറുപടിയില്ല. ഞാനിവിടെ ചോദിക്കുന്നത്, പ്രപഞ്ചമുണ്ടെന്ന് സമ്മതിക്കുന്നതിന് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുകയല്ലാതെ മാർഗമില്ല. ആ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ് ഈ കാണുന്ന നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളായ നാം ഭൗമലോകത്തെ ഈ പ്രപഞ്ചത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് പ്രധാനമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓർത്തു നോക്കൂ, നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കളും അതിന് വ്യക്തമായ റൂട്ട് ലഭിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അപകടകാരിയായി പരിണമിക്കുന്നത് കാണാം. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ലൈറ്റ് പെട്ടെന്ന് ഓഫായിപ്പോയ സമയത്ത് പെട്ടെന്ന് ഒരു മെഴുകുതിരിക്ക് തീ കൊളുത്താൻ തന്റെ കീശയിൽ കിടക്കുന്ന ഒരു ചെറിയ തീപ്പെട്ടി ഉരസുമ്പോൾ ആ തീപ്പെട്ടി എന്ന് പറയുന്ന ശാസ്ത്രീയ സത്യം സ്വാഭാവികമായും നമുക്ക് ഗുണകരമായി വരുന്നു. അതേ സമയത്ത് ഈ പ്രസംഗത്തോട് വിദ്വേഷം വരുന്ന ഒരു ചെറുപ്പക്കാരൻ സത്യാസത്യങ്ങളിലേക്ക് കടന്നു വരാതെ പെട്ടെന്ന് ഈ പന്തലിനെ തീ കൊളുത്തുന്നതിന് വേണ്ടി അതേ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് അപകടകാരിയായി വരുന്നു. ഒരേ സാധനം ഉപയോഗപ്പെടുത്തുന്നതിന്റെ അനുസരിച്ചുകൊണ്ട്, അതിന്റെ ഉപയോഗമനുസരിച്ചുകൊണ്ട് ഗുണവും ദോഷവുമായി പരിണമിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഈ പ്രപഞ്ചത്തിലെ ഉപഭോഗ വസ്തുക്കളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിന് വ്യക്തമായൊരു കാറ്റലോഗ് ആവശ്യമാണ്. ആ കാറ്റലോഗ് ആര് നൽകണം? ആ കാറ്റലോഗ് നൽകേണ്ടത് മനുഷ്യനായിരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ മനുഷ്യേതരനായിരിക്കണം. ഞാൻ ചോദിക്കുന്നു, മനുഷ്യന് കാറ്റലോഗ് നിർമ്മിക്കുന്നുവെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്കും എനിക്കും മനുഷ്യ സമൂഹത്തിലെ ഉന്നതന്മാരെന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം ദൂരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്? ശാസ്ത്രലോകം ഇപ്പോഴും പറയുന്നത് ഒന്നാനാകാശമെന്ന് പറയുന്ന വസ്തുത പോലും ഇല്ലെന്നാണ്. ഇല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചത്തെ മുഴുവനും ഞങ്ങൾ കണ്ടു, പ്രപഞ്ചത്തിന്റെ അവസാന കോട് വരെ ഞങ്ങളെത്തി, അവിടെ എവിടെയും നമുക്ക് ആകാശത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ആകാശമില്ലെന്ന് ശാസ്ത്രം പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. അതേസമയത്ത് ശാസ്ത്രം പറയുന്നത് എന്താണ്? എന്റെ നാട്ടിലേക്ക് മഞ്ചേരിയിലേക്ക് പുറപ്പെടുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം കൊണ്ടൊട്ടി വരെ പോയിട്ട് പറയുന്നത് മഞ്ചേരിയില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഇതുപോലെ ശാസ്ത്രം പുതിയ 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 ഗ്രഹങ്ങളെ തേടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒന്നാനാകാശത്തിന്റെ അകത്തുള്ള ഗ്രഹങ്ങളിലേക്ക് പോലും നമ്മുടെ പഠനം എത്തിയിട്ടില്ല. ഇപ്പോഴാണ് ശാസ്ത്രം പറയുന്നത് ആകാശമില്ലെന്ന്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഇന്ന് വളരെ വലിയ പരിമിതികളുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ കാണുന്ന വായുമണ്ഡലത്തിൽ ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ നിങ്ങൾ പഠിച്ചിരിക്കുന്ന വളരെ ഊർജ്ജങ്ങളുണ്ട്. ആ ഊർജ്ജങ്ങൾക്കിടയിൽ സംഘട്ടനം നടക്കുമ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നത്. ശക്തമായൊരു കാറ്റ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു വന്നു. കടൽ കാറ്റ് അനുഭവപ്പെടുന്നവരാണല്ലോ നിങ്ങൾ. ഈ കാണുന്ന പന്തൽ തകർന്നു പോകുന്നു സങ്കല്പിക്കുക. ഇവിടെ വലിയൊരു സംഘട്ടനം വായുമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിന് മുന്നിൽ വെച്ചാണ് ആ
സംഘടന നടക്കുന്നത്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഈ കേസിലെ പ്രതി ആരാണ്? ഓക്സിജനാണോ, ഹൈഡ്രജനാണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന ചോദ്യത്തിന്റെ മറുപടി 0 ആണ്. നമ്മുടെ കണ്ണിന് മുന്നിൽ വെച്ച് നടക്കുന്ന ശക്തമായ സംഘടനത്തെക്കുറിച്ച് പോലും അറിയാനും കാണാനുമുള്ള കഴിവ് പ്രബുദ്ധനെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ ഇതുവരെ നേടിയെടുത്തിട്ടില്ല എന്നതാണ് സത്യമെങ്കിൽ, ഞാൻ പറയുന്നത് മനുഷ്യന് പരിമിതനാണ്. ആ പരിമിതമായ അറിവുകൊണ്ട് അനന്തമായി പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ചലനങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യവർഗത്തിന്റെ പുരോഗമന മാർഗരേഖ കണ്ടെത്തുക സാധ്യമല്ല. ഇവിടെയാണ് മനുഷ്യൻ മനുഷ്യേതരനായ ഒരു സിട്ടാവിന്റെ നിയമത്തെ അനുസരിക്കേണ്ടി വരുന്നത്. ആ നിയമത്തിനാണ് മതം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി അത് പഠിപ്പിച്ചു. മനുഷ്യ സമൂഹമേ, നിങ്ങൾക്ക് വന്നാൽ നിങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൂമിയെയും ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥത്തെയും സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി കുടുംബത്തെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എന്നിൽ നിന്ന് വന്നാൽ, അൽ ഹുദ ജീവിത ദർശനം വന്നാൽ, ഫമൻതബിയ ഹുദായ ആരെങ്കിലും എന്റെ മാനിഫെസ്റ്റോ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഫലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഭയപ്പെടാനില്ല, ഫലാഹും യഹ്സനൂൻ അവർക്ക് ഖേദിക്കേണ്ടി വരികയുമില്ല. അതേസമയം ഫമൻ അഅറള അൻ ദിക്രി ആരെങ്കിലും എന്റെ തിയറിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഫഇന്ന ലഹു മഈശത്തുൻ വങ്കാ അവന് കുടുസായ ജീവിതമാണ് വരാനിരിക്കുന്നത്. എന്റെ നല്ലവരായ മനുഷ്യ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും ഭൗമലോകത്തെ പുരോഗമനപരമായ ജീവിതത്തിന്റെ മാർഗരേഖ കണ്ടെത്താൻ സാധിക്കില്ല. സാധിക്കാത്തതുകൊണ്ടാണ് മനുഷ്യനിർമ്മിത തിയറികളൊക്കെ സ്വന്തം ജന്മനാട്ടിൽ 70 വർഷം കൊണ്ട് ചരമമടയുന്ന അവസ്ഥാവിശേഷം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശില്പിയായ ഗാന്ധിജിയും നെഹ്റുവും ചാച്ചയുമൊക്കെ മോശക്കാരായതുകൊണ്ടല്ല രാജ്യത്തിന്റെ ഭരണഘടന മാറ്റിയെഴുതേണ്ടി വന്നത്. അവരൊക്കെ മനുഷ്യരായിരുന്നു, പരിമിതരായിരുന്നു. എന്നാൽ അനന്തകോടി പ്രപഞ്ചത്തെ മുഴുവനും ഇപ്പോഴും സൃഷ്ടിച്ചു പരിപാലിച്ചു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ത്രികാലജ്ഞാനിയും അവയുടെ മുഴുവനും കഴിവിന്റെ ഉടമസ്ഥനുമായ സിട്ടാവ്, മനുഷ്യ ഇന്ന റൂട്ടിലൂടെ നിന്റെ ജീവിതത്തെ നയിച്ചാൽ നിനക്കും ഭൗമലോകത്തിനും പ്രപഞ്ചത്തിലെ സകലമായ വസ്തുക്കൾക്കും പുരോഗമനമാണ്. ഇന്ന മാർഗത്തിലൂടെ നീ മുന്നോട്ട് പോയാൽ അപകടകരമായ അവസ്ഥാവിശേഷം പതിയിരിക്കുന്നു എന്ന് നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശത്തിനനുസരിക്കുന്നവനാണ് ബുദ്ധിജീവി, ആ അനുസരിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഈ അനുസരണത്തെ, ഈ അംഗീകാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹ സൃഷ്ടിപ്പിന് അള്ളാഹു എന്താണ് മാർഗം സൃഷ്ടിച്ചത്? മനുഷ്യന്റെ ജീവിക്കേണ്ട മാർഗരേഖ മനുഷ്യന് പഠിപ്പിക്കാൻ അള്ളാഹു ഒരിക്കലും പ്രപഞ്ചത്തിൽ അവതരിക്കുകയല്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, മനുഷ്യ ദൈവങ്ങളുടെ കൂമ്പാരമാണ് കേരളത്തിൽ, ഇന്ത്യയിലും നമ്മുടെ രാജ്യത്തെമ്പാടും. ദൈനംദിനം മനുഷ്യ ദൈവങ്ങൾ പരന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും വിവേകവും നിലനിൽക്കുന്ന കാലത്തോളം ഒരമ്മയുടെ മെൻസസ് കുടിച്ച് വളരുകയും അമ്മയുടെ ജനനേന്ദ്രിയത്തിലൂടെ പുറത്തു വരികയും അമ്മയുടെ മടിത്തട്ടിൽ മൂത്രമൊഴിച്ച് കാട്ടമൊഴിച്ച് അവസാനം രോഗിയായി മരിക്കുകയും ചെയ്യുന്ന, ഡോക്ടർക്കാരെ കാണിക്കേണ്ടി വരുന്ന, ഒരു പോലീസ് സെക്യൂരിറ്റി തേടേണ്ടി വരുന്ന ഒരാളെയും ദൈവമായി എന്നെക്കാൾ ഉന്നതനായി സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ, ദൈവീകത എന്ന് പറയുന്നത് പുതിയ കാഴ്ചപ്പാടുകൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം വേദനാജനകമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടതില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങൾ, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും തന്റെ ദൈവിക വീക്ഷണത്തെക്കുറിച്ച് പുനരാലോചന നടത്തേണ്ടതില്ലേ? മനസ്സറിഞ്ഞ് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളും ഞാനും വിശ്വസിക്കുന്ന അല്ലാഹു അല്ലെങ്കിൽ ദൈവം, ആ ദൈവത്തെ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തെ നിങ്ങളുടെ സംരക്ഷകരായി കാണാൻ സാധിക്കും വിധമാണോ നിങ്ങൾ സങ്കല്പിച്ചിട്ടുള്ളത്? നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യന്റെ സഹായം തേടുന്ന, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനിൽ നിന്ന് ചികിത്സ തേടുന്ന, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യന്റെ ഗർഭാശയത്തിൽ ജനിക്കുന്ന, നിങ്ങളെപ്പോലുള്ളൊരു അമ്മയുടെ മെൻസസ് കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന, രോഗിയായി പ്രായമായി തളർന്നു മരിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയെ ദൈവമായി സങ്കല്പിക്കുന്നതിനേക്കാൾ പടുവിഡിത്തം ഭൂമിലോകത്ത് മറ്റെന്തിനാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബുദ്ധിപരമായി ആലോചിക്കണം. ഞാൻ ആരെയും വേദനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തിലെ പ്രബലരായ ബുദ്ധിജീവികളായ വലിയൊരു വിഭാഗം ആളുകളുടെ വീക്ഷണം എന്താണ്? ഞാൻ പ്രസംഗിച്ചുകൊണ്ട്
പഠിച്ചുകൊണ്ടിരിക്കെ എന്റെ കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എണീറ്റുപോയി. ഞാൻ കരുതി എന്റെ പ്രസംഗത്തിന്റെ മാറ്റർ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമെന്ന്. അദ്ദേഹം പോകുന്നതിന് വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ ചിത്രവുമായി അദ്ദേഹം വീട്ടിലെത്തുകയാണ്. നേരെ അദ്ദേഹം തന്റെ വീട്ടുമുറ്റത്ത് പറമ്പിൽ ഒരു കല്ല് കിടപ്പുണ്ട്. തന്റെ വീട്ടിലിരുന്ന പട്ടികൾ മൂത്രമൊഴിച്ചിരുന്ന ആ കല്ലിന്റെ ചാരത്ത് പോയി ഒരു കഷ്ണം അദ്ദേഹം മുറിച്ചെടുത്തു. തന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആ ചിത്രത്തെ ആ കല്ലിൽ അദ്ദേഹം ഭംഗിയായി കൊത്തിയെഴുതി.